ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, നാം ഒരിക്കലും തന്നെ നമ്മുടെ സഹപാഠികളായ പാവപ്പെട്ട കുട്ടികളെ മറക്കാൻ പാടില്ല. അവർക്ക് ആവശ്യമായ സഹായങ്ങൾ, പഠിക്കാൻ ആവശ്യമായ സഹായങ്ങൾ നാം ചെയ്തു കൊടുക്കണം, അല്ലേ? അവിടെയാണ് നാം പറഞ്ഞു നിർത്തിയത്. ബാക്കി വായിക്കാം. फिल्म में हमारे नायक का असल नाम कलाम नहीं है. ढाणी पर काम करने वाले और बच्चों की तरह उसे भी सब छोटू कहकर बुलाते हैं. उसकी माम जैसलमेर के किसी सुदूर देहात से आकर उसे फाड़ीसा की चाय की दड़ी पर काम करने के लिए छोड़ जाती है. वो अंग्रेजी तो क्या, हिंदी भी ठीक से नहीं जानती, लेकिन छोटू सिर्फ छोटू होकर नहीं जीना चाहता. वो खुद ही अपना नाम കലാം രഖ് ലേതാ ഹെ. ഓക്കെ, അതിൻ്റെ അർത്ഥം പറയാം. ഫിലിമേ, സിനിമയിൽ, ഹമാരെ നായക് ഖ, നമ്മുടെ നായകൻ്റെ, അസൽ നാം, യഥാർത്ഥ പേര് കലാം നഹീം ഹെ, കലാം എന്നല്ല. ഫിലിമേ, സിനിമയിലെ, ഹമാരെ നായക് ഖ, നമ്മുടെ നായകൻ്റെ, അസൽ നാം, യഥാർത്ഥ പേര് കലാം നഹീം ഹെ, കലാം എന്നല്ല. ഢാണി പർ, ഢാണിയിൽ, ഢാണി എന്ന പ്രദേശത്ത്, കാം കർണേ വാലെ, ജോലി ചെയ്യുന്ന, ഓർ ബച്ചോം കി തരഹ്, മറ്റു കുട്ടികളെപ്പോലെ, ഉസേബി അവനെയും, സബ് എല്ലാവരും, ചോട്ടു കഹക്കർ ബുലാത്തെ ഹെ, ചോട്ടു എന്നാണ് വിളിക്കുന്നത്. ചോട്ടു സ്നേഹത്തോടെ വിളിക്കുകയാണ് കുട്ടികളെ. നമ്മുടെ മലയാളത്തിൽ കുഞ്ഞിമോനെ എന്നൊക്കെ വിളിക്കും, അതേ അർത്ഥം വരുന്ന വാക്കാണ് ചോട്ടു, അല്ലെ? സ്നേഹത്തോടെ വിളിക്കുകയാണ്. ഢാണി പർ, ഢാണിയിൽ, കാം കർണേ വാലെ, ജോലി ചെയ്യുന്ന, ഓർ ബച്ചോം കി തരഹ്, മറ്റു കുട്ടികളെപ്പോലെ, ഉസേ ഭി അവനെയും, സബ് എല്ലാവരും, ചോട്ടു കഹക്കർ ബുലാത്തെ ഹേം, ചോട്ടു എന്നാണ് വിളിക്കുന്നത്. ഉസ്കി മാം, അവൻ്റെ അമ്മ, ജയ്സൽമേർക്കെ, ജയ്സൽമേറിലെ, കിസി സുദൂർ ദേഹാത് സെ ആക്കർ, ഏതോ വിദൂരമായ ഗ്രാമത്തിൽ നിന്ന് വന്നിട്ട്, ഉസേ അവനെ, ഭാഡീസാക്കി, ഭാഡീസായുടെ, ചായക്ക് ദടി പർ, ചായക്കടയിൽ, കാം കർണേ കെ ലിയെ, ജോലി ചെയ്യാൻ വേണ്ടി, കാം കർണേ കെ ലിയെ ചോർ ജാത്തി ഹെ, ജോലി ചെയ്യാൻ വേണ്ടി വിടുകയാണ്. ഉസ്കി മാം, അവൻ്റെ അമ്മ, ജയ്സൽമേർക്കെ, ജയ്സൽമേറിലെ, കിസി ഏതോ, സുദൂർ വിദൂരമായ, ദേഹാത് സെ ഗ്രാമത്തിൽ നിന്ന്, ദേഹാത് സെ ആക്കർ ഗ്രാമത്തിൽ നിന്ന് വന്നിട്ട്, ഉസേ അവനെ, ഭാഡീസാക്കി ഭാഡീസായുടെ, ചായക്ക് ധടി പർ ചായക്കടയിൽ, കാം കർണേ കെ ലിയെ ചോड़ जाती है, ജോലി ചെയ്യാൻ വേണ്ടി വിടുകയാണ്. വോ അംഗ്രേസി തോ, ആ സ്ത്രീക്ക് ഇംഗ്ലീഷ് പോയിട്ട്, ക്യാ ഹിന്ദി ബി, ഹിന്ദി പോലും ठीक से नहीं जानती, ശരിയായി അറിയില്ല, ശരിക്കറിയില്ല. ठीक से ശരിയായ രീതിയിൽ, നെഹീം ജാൻതി അറിയില്ല. വോ ആ സ്ത്രീക്ക്, അംഗ്രേസി തോ ഇംഗ്ലീഷ് പോയിട്ട്, ക്യാ ഹിന്ദി ബി ഹിന്ദി പോലും, ठीक से नहीं जानती ശരിയാവണ്ണം അറിയില്ല. ലേക്കിൻ എന്നാൽ, ചോട്ടു സിർഫ് ചോട്ടു ഹോക്കർ നഹി ജീനാ ചാഹ്താ, ചോട്ടു ഒരു ചോട്ടുവായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലേക്കിൻ എന്നാൽ, ചോട്ടു സിർഫ് ചോട്ടു ഹോക്കർ, ചോട്ടു ഒരു ചോട്ടുവായിട്ട് മാത്രം, എന്നും ഒരു ചോട്ടുവായി മാത്രം, നെഹീം ജീനാ ചാഹ്താ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വ ഖുദ് ഹി അപ്നാ നാം
അവൻ തന്നെ അവന്റെ പേര് കലാം രഖ്ലാത്ത ഹേ, കലാം എന്നാക്കി മാറ്റുന്നു. വഖുദ് ഹി, അവൻ തന്നെ അപ്പിന നാം, തന്റെ പേര് കലാം രഖ്ലാത്ത, കലാം രഖ്ലേത്ത ഹേ, കലാം എന്നാക്കി മാറ്റുന്നു. ഓക്കെ, ബാക്കി വായിക്കാം. ഇസ് നാം മേ ഉസ്കി ആകാംക്ഷാओं का अक्स है, उसके हाथ की बनाई चाय में जादू है, भाड़ी सा भी उसकी कलाकारी की वाहवाही करते नहीं थकते. जगह ऐसी है कि विदेशी टूरिस्ट बहुत आते हैं. कलाम सीखने में तेज है, झट से उनकी बोली सीख जाता है और जल्दी ही विदेश से आई लूसी मैडम का भी दिल जीत लेता है. लूसी मैडम वादा करती है कि वे उसे अपने साथ दिल्ली लेकर जाएंगी. दिल्ली में डॉक्टर कलाम हैं, जिनसे मिलकर हमारे कलाम को कुछ कहना है. ഓക്കെ, അതിന്റെ അർത്ഥം പറയാം. ഇസ് നാം മേ, ഈ പേരിൽ, ഉസ്കി ആകാംക്ഷാവും ഖാ, അവന്റെ ആഗ്രഹങ്ങളുടെ, അക്സ് ഹേ, നിഴലുണ്ട്. ഇസ് നാം മേ, ഈ പേരിൽ, ഉസ്കി ആകാംക്ഷാവും ഖാ, അവന്റെ ആഗ്രഹങ്ങളുടെ, അക്സ് ഹേ, നിഴലുണ്ട്. ഉസ്കെ ഹാത്ത് കി, അവന്റെ കൈകൊണ്ട്, ഉസ്കെ ഹാത്ത് കി ബനായി ചായ് മേ, അവന്റെ കൈകൊണ്ടുണ്ടാക്കിയ ചായയിൽ, ജാദു ഹേ, മായാജാലമുണ്ട്. ഇസ്ലാമേ, ഈ പേരിൽ, ഉസ്കി ആകാംക്ഷാവും ഖാ, അവന്റെ ആഗ്രഹങ്ങളുടെ, അക്സ് ഹേ, നിഴലുണ്ട്. എന്താണ് ആഗ്രഹം? കലാമിന്റെ ആഗ്രഹം എന്താണ്? ചോട്ടുവിന്റെ ആഗ്രഹം എന്താണ്? ചോട്ട് തന്റെ പേര് കലാം എന്നാക്കി മാറ്റുന്നുണ്ടല്ലോ. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? രാഷ്ട്രപതിയായ കലാമിനെ പോലെ കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് ഉന്നത പദവിയിലെത്തണം, അല്ലേ? അതുകൊണ്ടാണ് ഈ പേരിൽ അവന്റെ ആഗ്രഹങ്ങളുടെ നിഴലുണ്ട് എന്ന് പറയുന്നത്. ഉസ്കി ഹാത്ത് കി ബനായി ചായ് മേ, അവന്റെ കൈകൊണ്ടുണ്ടാക്കിയ ചായയിൽ, ജാദു ഹേ, മായാജാലമുണ്ട്, അല്ലേ? ചോട്ടൊരു ചായക്കടയിൽ ജോലി ചെയ്യാണ്. ഭാടി സാബി, ഭാഡീസായും, ആ ചായക്കട നടത്തുന്ന വ്യക്തിയുടെ പേരാണ് ഭാഡീസ. ഭാഡീസാബി, ഭാഡീസായും, ഉസ്കി കലാകാരിക്ക്, അവന്റെ കലാവൈഭവത്തെ, വാഹ്വാഹി കർത്തെ, ആ പ്രശംസിക്കുന്നതിൽ, നഹീം ധക്തേ, ആ മടി കാണിക്കുന്നില്ല. ഭാഡീസാബി, ഭാഡീസായും, ഉസ്കി കലാകാരിക്ക്, അവന്റെ കലാവൈഭവത്തെ, വാഹ്വാഹി കർത്തെ, പ്രശംസിക്കുന്നതിൽ, നഹീം ധക്തേ, മടി കാണിക്കുന്നില്ല, പ്രശംസിക്കാൻ മടി കാണിക്കുന്നില്ല. ജഗഹ് ഏസി ഹേ, ആ പ്രദേശം അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. ജഗഹ് എന്ന് പറഞ്ഞ സ്ഥലം എന്നാണ്. ജഗഹ് ഏസി ഹേ, അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. കി, എങ്ങനെയുള്ള സ്ഥലമാണ്? വിദേശി ടൂറിസ്റ്റ്, വിദേശികളായ ടൂറിസ്റ്റുകൾ, ബഹുത് ആത്തെ ഹേ, വളരെയധികം വരുന്നുണ്ട്. ജഗഹ് ഏസി ഹേ, ആ സ്ഥലം അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. കി, എങ്ങനെയുള്ള സ്ഥലം? വിദേശി ടൂറിസ്റ്റ്, വിദേശികളായ ടൂറിസ്റ്റുകൾ, ബഹുത് ആത്തെ ഹേ, ധാരാളമായി വരുന്നുണ്ട്. കലാം സീഖിനെ മേ, കലാം പഠിക്കാൻ, തേസ് ഹേ, സമർത്ഥനാണ്. കലാം സീഖിനെ മേ തേസ് ഹേ, കലാം പഠിക്കാൻ സമർത്ഥനാണ്. സീഖിനാണ് പഠിക്കുക എന്നാണ്. സീഖിനെ മേ, പഠിക്കാൻ, തേസ് ഹേ, സമർത്ഥനാണ്. ജഡ് സേ, വളരെ പെട്ടെന്ന് തന്നെ, ഉൻകി ബോലി, ആ വിദേശികളുടെ ലാംഗ്വേജ്, അവരുടെ ഭാഷ, സീഖ് ജാതാ ഹേ, അവൻ പഠിക്കുന്നു. ജഡ് സേ, പെട്ടെന്ന് തന്നെ, ഉൻകി ബോലി, അവരുടെ ഭാഷ, സീഖ് ജാതാ ഹേ, അവൻ പഠിക്കുന്നു. ഓർ ജൽദി ഹി, വളരെ വേഗത്തിൽ തന്നെ, വിദേശായി, വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള ലൂസി മാഡം കാമ്പി, ലൂസി മാഡത്തിന്റെ ദിൽ ജീത്ത് ലേതാ ഹേ, ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നു.
और जल्दी ही വളരെ വേഗത്തിൽ തന്നെ വിദേശായി വിദേശത്തിൽ നിന്ന് വന്നിട്ടുള്ള ലൂസി മാഡം കാമ്പി ലൂസി മാഡത്തിന്റെ ദിൽ ജീത്ത് ലേതാ ഹേ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നു. ലൂസി മാഡം വാദാ കർത്തി ഹെ ലൂസി മാഡം വാക്ക് നൽകുന്നു. വാദാ കർത്തി ഹെ വാക്ക് നൽകുന്നു. കി എന്തെന്നാൽ എന്ത് വാക്കാണ് എന്ത് ഉറപ്പാണ് നൽകുന്നത്? വേ അവർ ഉസേ അവനെ അപ്പിനെ സാത്ത് തൻ്റെ കൂടെ ദില്ലിയിലേക്ക് ജാങ്കി ഡൽഹിയിലേക്ക് കൊണ്ടുപോകാം. ലൂസി മാഡം വാദാ കർത്തി ഹെ ലൂസി മാഡം അവന് വാക്ക് നൽകുന്നു. കി എന്തെന്നാൽ വേ അവർ ഉസേ അവനെ അപ്പിനെ സാത്ത് തൻ്റെ കൂടെ ദില്ലിയിലേക്ക് ജാങ്കി ഡൽഹിയിലേക്ക് കൊണ്ടുപോകാം. ദില്ലി മേ ഡോക്ടർ കലാം ഹെ ഡൽഹിയിലാണ് ഡോക്ടർ കലാം ഉള്ളത്. ഡൽഹിയിലാണ് രാഷ്ട്രപതിയായ ഡോക്ടർ കലാം ഉള്ളത്. ദില്ലി മേ ഡൽഹിയിലാണ് ഡോക്ടർ കലാം ഹെ ഡോക്ടർ കലാം ഉള്ളത്. ജിൻസെ മിൽക്കർ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ട് ഹമാരേ കലാം കോ നമ്മുടെ ചോട്ടു എന്ന കലാമിന് കുച്ച് കഹ്ന ഹെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ജിൻസെ മിൽക്കർ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ട് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ട് ഹമാരേ കലാം കോ നമ്മുടെ കലാമിന് കുച്ച് കഹ്ന ഹേ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഞാൻ ബാക്കി വായിക്കാം. ഏക് ദിൻ രൺവിജയ് को उसके स्कूल में भाषण देने के लिए कहा जाता है. रणविजय परेशान है क्योंकि उसकी हिंदी इतनी अच्छी नहीं. कलाम ये जानता है और झट एक अच्छा सा भाषण लिख अपने दोस्त रणविजय को दे देता है. रणविजय प्रथम पुरस्कार पाता है. इसी बीच राणा सा के कारिंदे कलाम के घर तलाशी लेने आते हैं और वहां कुंवर रणविजय की चीजों को पा कलाम पर चोरी का आरोप लगाते हैं. लेकिन कलाम फिर कलाम है. इस झूठे आरोप के सामने भी अपनी दोस्ती का प्रण नहीं छोड़ता. यह जानकर कि राणा कुंवर को उससे की दोस्ती की सजा देंगे वह चोरी का इल्जाम सह जाता है, पर उन्हें अपनी दोस्ती के बारे में नहीं बताता. यही वो तय करता है कि वो अपनी चिट्ठी सीधे अपने हमनाम डॉक्टर कलाम को दिल्ली जाकर खुद देखा और वह अकेला ही निकल पड़ता है. रास्ते में मुश्किलें हैं लेकिन कथा के अंत में कलाम को अपनी मंजिल मिलती है. ओके, അതിൻ്റെ അർത്ഥം പറയാം. ഏക് ദിൻ രൺവിജയ് को ഒരു ദിവസം രൺവിജയിനോട് उसके स्कूल में അവൻ്റെ സ്കൂളിൽ ഭാഷൺ ദേനെ के लिए പ്രസംഗിക്കാൻ കഹാ ജാതാ ഹെ ആവശ്യപ്പെടുന്നു. ഒരു ദിവസം രൺവിജയിനോട് അവൻ്റെ അധ്യാപകർ സ്കൂളിലെ അധ്യാപകർ പ്രസംഗിക്കാൻ ആവശ്യപ്പെടുന്നു. ഏക് ദിൻ ഒരു ദിവസം രൺവിജയിനോട് ഉസ്കെ സ്കൂൾ മേ അവൻ്റെ സ്കൂളിൽ ഭാഷൺ ദേനെ के लिए പ്രസംഗിക്കാൻ കഹാ ജാതാ ഹെ ആവശ്യപ്പെടുന്നു. രൺവിജയ് പരേശാൻ ഹെ രൺവിജയ് വലിയ പരിഭ്രമത്തിലായി. പരേശാൻ പരേശാൻ പരിഭ്രമിക്കുക, പരേശാൻ ഹോന പരിഭ്രമിക്കുക. രൺവിജയ് പരേശാൻ ഹെ രൺവിജയ് വലിയ പരിഭ്രമത്തിലായി. ക്യം കി എന്തുകൊണ്ടെന്നാൽ ഉസ്കി ഹിന്ദി അവൻ്റെ ഹിന്ദി ഇതിനി അച്ചി നഹി അത്ര ഉഷാറല്ല, അത്ര മെച്ചമല്ല. അവൻ്റെ ഹിന്ദി അത്ര ഉഷാറല്ലായിരുന്നു. രൺവിജയന് അത്ര നന്നായിട്ട് ഹിന്ദി അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവൻ പരിഭ്രമിച്ചു പോയി. ക്യാം കി എന്തുകൊണ്ടെന്നാൽ ഉസ്കി ഹിന്ദി അവൻ്റെ ഹിന്ദി ഇത്തിനി അച്ചി നഹീം
അത്ര ഉഷാറല്ലായിരുന്നു. കലാം ഏ ജാൻതാ ഹെ, കലാം ഇക്കാര്യം അറിയുന്നു. ഓർ ജഡ്, വളരെ പെട്ടെന്ന് തന്നെ ഏക് അച്ഛാ സാ ഭാഷൺ, ഒരു നല്ല പ്രസംഗം ലിഖ്, എഴുതിയിട്ട് അപ്പിനെ ദോസ്ത്, തൻ്റെ കൂട്ടുകാരനായ രൺവിജയ്ക്കോ ദേ ദേത്താ ഹെ, രൺവിജയിന് കൊടുക്കുന്നു. കലാം ഏ ജാൻതാ ഹെ, കലാം ഇക്കാര്യം അറിയുന്നു. ജാൻതാ ഹെ, അറിയുന്നു. ഓർ ജഡ്, വളരെ പെട്ടെന്ന് തന്നെ ഏക് അച്ഛാ സാ ഭാഷൺ, ഒരു നല്ല പ്രസംഗം ലിഖ്, എഴുതിയിട്ട് അപ്പിനെ ദോസ്ത്, തൻ്റെ കൂട്ടുകാരനായ രൺവിജയ്ക്കോ ദേ ദേത്താ ഹെ, രൺവിജയിന് കൊടുക്കുന്നു. രൺവിജയ് പ്രഥം പുരസ്കാർ പാത്താ ഹെ, രൺവിജയിന് 1-ാം സ്ഥാനം ലഭിക്കുന്നു. ആ പ്രസംഗ മത്സരത്തിൽ രൺവിജയിന് 1-ാം സ്ഥാനം ലഭിക്കുന്നു. രൺവിജയ് പ്രഥം പുരസ്കാർ പാത്താ ഹെ, രൺവിജയിന് 1-ാം സ്ഥാനം ലഭിക്കുന്നു. ഇസി ബീച്ച്, അതിനിടയിൽ റാണാസാക്കെ കാരിന്ദേ, റാണാസായിയുടെ സേവകന്മാർ, രൺവിജയിന്റെ അച്ഛന്റെ സേവകന്മാർ, കാരിന്ദേ സേവകന്മാർ, കലാം കെ ഗർ, കലാമിന്റെ വീട്, തലാശിലേനെ ആത്തെ ഹെ, പരിശോധിക്കാൻ വേണ്ടി വരുന്നു. രൺവിജയിന്റെ പല വസ്തുക്കളും പല കളിപ്പാട്ടങ്ങളും ഒന്നും കാണാനില്ല. ചില ആളുകൾ പറയുന്നു അതൊക്കെ ആ ചോട്ടുവിന്റെ വീട്ടിലുണ്ട് എന്ന് പറയുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടി, ഇവർ തമ്മിലുള്ള സൗഹാർദ്ദത്തെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല, അത് മനസ്സിലാക്കാൻ വേണ്ടി സെർച്ച് ചെയ്യാൻ വേണ്ടി വരുന്നു. ഇസി ബീച്ച്, അതിനിടയിൽ റാണാസാക്കെ കാരിന്ദേ, റാണാസായിയുടെ സേവകന്മാർ, കലാം കെ ഘർ, കലാമിന്റെ വീട്, തലാശിലേനെ ആത്തെ ഹെ, ആ പരിശോധിക്കാൻ വേണ്ടി സെർച്ച് ചെയ്യാൻ വേണ്ടി വരുന്നു. ഓർ വഹാം, അവിടെ കുംവർ രൺവിജയ്ക്ക്, കുംവർ രൺവിജയിന്റെ ചീസോം കോ, ചില വസ്തുക്കൾ കണ്ടെടുത്തപ്പോൾ കലാം പർ, കലാമിന്റെ മേൽ ചോരിക്ക് ആരോപ് ലഗാത്തെ ഹേ, മോഷണക്കുറ്റം ആരോപിക്കുന്നു. ചോരി, മോഷണം. ഓർ വഹാം, അവിടെ കുംവർ രൺവിജയ്ക്ക്, കുംവർ രൺവിജയിന്റെ ചീസോം കോ പാ, ചില വസ്തുക്കൾ കണ്ടെടുത്തിട്ട് കലാം പർ, കലാമിന്റെ മേൽ ചോരിക്ക ആരോപ്, മോഷണക്കുറ്റം ലഗാത്തെ ഹേ, ആരോപിക്കുന്നു. ലേക്കിൻ, എന്നാൽ കലാം ഫിർ കലാം ഹേ, കലാം എന്തായാലും കലാം തന്നെയാണ്. ലേക്കിൻ, എന്നാൽ കലാം ഫിർ കലാം ഹേ, കലാം എന്തായാലും കലാം തന്നെയാണ്. ഇസ് ചൂഠേ ആരോപ് കെ സാമനെ ഭി, ഈ പൊള്ളയായ ആരോപണത്തിന്റെ മുന്നിലും, ചൂഠേ പൊള്ളയായ, ഇസ് ചൂഠേ ആരോപ് കെ സാമനെ ഭി, ഈ പൊള്ളയായ ആരോപണത്തിന്റെ മുന്നിലും അപ്പിനി ദോസ്തിക, തൻ്റെ സൗഹാർദ്ദത്തിന്റെ പ്രൺ, പ്രതിജ്ഞ, നെഹീം ധോർഥ, അവൻ ലംഘിക്കുന്നില്ല, അവൻ തൻ്റെ സൗഹാർദ്ദം അവസാനിപ്പിക്കുന്നില്ല. അല്ലേ? ഈ ചൂഠേ ആരോപ് കെ സാമനെ ഭി, ഈ പൊള്ളയായ ആരോപണത്തിന്റെ മുന്നിലും അപ്പിനി ദോസ്തിക, തൻ്റെ സൗഹാർദ്ദത്തിന്റെ പ്രൺ നെഹീം ധോർത്ത, പ്രതിജ്ഞ അവൻ ലംഘിക്കുന്നില്ല. അല്ലേ? രൺവിജയ് കലാമിന് സമ്മാനമായി കൊടുത്തതാണ് ചില കളിപ്പാട്ടങ്ങളൊക്കെ. അല്ലേ? ഭൃത്യന്മാർ വന്നിട്ട് പറഞ്ഞു ഇതൊക്കെ മോഷ്ടിച്ചതാണ്, കലാം ഇതൊക്കെ മോഷ്ടിച്ചെടുത്താണെന്ന് പറഞ്ഞു. ചോട്ടു എന്ന കലാം ഇതൊക്കെ മോഷ്ടിച്ചെടുത്താണെന്ന് പറഞ്ഞു. അല്ലേ? പൊള്ളയായ ആരോപണമാണ്. അല്ലേ? ഈ ആരോപണത്തിന്റെ മുന്നിൽ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചെന്ന് കരുതി അവൻ ആ രൺവിജയുമായുള്ള സൗഹാർദ്ദം അവസാനിപ്പിക്കുന്നില്ല. ഏ ജാൻകർക്കി, ഇതറിഞ്ഞതിനാൽ, ഇക്കാര്യം അറിഞ്ഞതിനാൽ, ഏത് കാര്യം അറിഞ്ഞതിനാൽ, റാണ കുംബർക്കോ, റാണ കുംവറിനെ ഉസേക്കി ദോസ്തിക്ക്, അവനുമായുള്ള ചങ്ങാത്തത്തിന്റെ പേരിൽ സസാദേങ്കെ, ശിക്ഷ ലഭിക്കും. താനുമായുള്ള സൗഹാർദ്ദം ഉണ്ടെന്ന് അറിഞ്ഞാൽ, താനുമായി സൗഹാർദ്ദമുണ്ടെന്ന് അറിഞ്ഞാൽ രൺവിജയിന് അവന്റെ വീട്ടുകാരുടെ അടുത്ത് നിന്ന് ശിക്ഷ ലഭിക്കും. സസ എന്ന് പറഞ്ഞ ശിക്ഷയാണ്. സസാദേങ്കെ, ശിക്ഷ ലഭിക്കും. അല്ലേ? എന്നറിഞ്ഞതിനാൽ ഓ ചോരിക്ക ഇൽസാം, അവൻ ആ മോഷണക്കുറ്റം, അവൻ ആ ആരോപണം, അവൻ ആ മോഷ്ടിച്ചെന്ന ആരോപണം, ഇൽസാം ആരോപണം, സഹജാത്താ ഹേ, സഹിക്കുന്നു. പർ എന്നാൽ ഉനേം,
അവരോട് അപ്പിനി ദോസ്തി കെ ബാരെ മേ തന്റെ സൗഹാർദ്ദത്തെ കുറിച്ച്, താൻ രൺവിജയുമായി സൗഹാർദ്ദത്തിലാണ് എന്നതിനെ കുറിച്ച് നഹീ ബതാത അവരോട് പറയുന്നില്ല. അല്ലെ, അറിഞ്ഞാൽ വളരെ ദരിദ്രനായ ദരിദ്രനായ വളരെ പാവപ്പെട്ട ഞാൻ പണക്കാരനായ രൺവിജയുമായി സൗഹാർദ്ദത്തിലാണെന്നറിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം? രൺവിജയന് ശിക്ഷ ലഭിക്കും അവൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് നിന്ന്. അല്ലേ, അതുകൊണ്ട് തന്നെ സൗഹാർദ്ദത്തെക്കുറിച്ചൊന്നും ആരും പറയുന്നില്ല. നമ്മുടെ ചോട്ടു എന്ന കലാം അവരോട് പറഞ്ഞില്ല. അവൻ ആ ആരോപണം സഹിക്കുന്നു. ജാൻകർക്കി ഇക്കാര്യം അറിഞ്ഞതിനാൽ റാണ കുംവർക്കോ, ഏത് കാര്യം? റാണ കുംവർക്കോ, റാണ കുംവറിനെ, അല്ലെ, രൺവിജയിന്, റാണ കുംവർ എന്ന് പറഞ്ഞാൽ രൺവിജയിന് ഉസ്സേ കി ദോസ്തി കി സസാ ദേംഗേ, താനുമായുള്ള സൗഹാർദ്ദത്തിന്റെ പേരിൽ ശിക്ഷ ലഭിക്കും. സസാ ദേംഗേ, ശിക്ഷ ലഭിക്കും. ഇതറിഞ്ഞതിനാൽ, ശിക്ഷ ലഭിക്കുമെന്നറിഞ്ഞതിനാൽ വോച്ചോരിക ഇൽസാം, അവൻ ആ ആരോപണം, അവൻ മോഷ്ടിച്ചതാണെന്നുള്ള ആരോപണം സഹിക്കുന്നു. പറുനേം എന്നാൽ അവരോട് അപ്പിനി ദോസ്തി കെ ബാരെ മേ തൻ്റെ സൗഹാർദ്ദത്തെ കുറിച്ച് നഹീം ബതാത അവൻ പറയുന്നില്ല. പറുനേം എന്നാൽ അവരോട് അപ്പിനി ദോസ്തി കെ ബാരെ മേ തൻ്റെ സൗഹാർദ്ദത്തെ കുറിച്ച് നഹീം ബതാത അവൻ പറയുന്നില്ല. യഹീം ഇതോടുകൂടി അവൻ തീരുമാനിക്കുന്നു, അവൻ ദൃഢനിശ്ചയം ചെയ്യുന്നു. കി എന്തെന്നാൽ വാപ്പിനി ചിട്ടി, അവൻ താൻ എഴുതിയിട്ടുള്ള കത്ത് സീതെ നേരെ അപ്പിനെ ഹംനാം തൻ്റെ അതേ പേരുള്ള ഡോക്ടർ കലാമിന് ദില്ലി ജാക്കർ ഖുദ് ദേഗ, ഡൽഹിയിൽ പോയിട്ട് നേരിട്ട് കൊടുക്കണം എന്നവൻ തീരുമാനിക്കുന്നു. യഹീം ഇതോടുകൂടി അവൻ ദൃഢനിശ്ചയം ചെയ്യുന്നു. ഖി എന്തെന്നാൽ അപ്പിനി ചിട്ടി, അവൻ തൻ്റെ കത്ത് സീതെ നേരെ അപ്പിനെ ഹംനാം തൻ്റെ അതേ പേരുള്ള ഡോക്ടർ കലാമിന് ദില്ലി ജാക്കർ ഖുദ്ദേഗാ, ദില്ലിയിൽ പോയിട്ട് നേരിട്ട് കൊടുക്കണം എന്നവൻ തീരുമാനിക്കുന്നു. ഓർവ ഖേലാഹി നിക്കൽ പെടുത്താ ഹേ, അവൻ ഒറ്റക്ക് തന്നെ പുറപ്പെടുന്നു. ആ ഖേലാഹി ഒറ്റക്ക് തന്നെ, നിക്കൽ പെടുത്താ ഹേ പുറപ്പെടുന്നു. ഓർവ അഖേലാഹി അവൻ ഒറ്റക്ക് തന്നെ, നിക്കൽ പെടുത്താ ഹേ പുറപ്പെടുന്നു. രാസ്തേമേ വഴിയിൽ വെച്ച്, മുഷ്കിലേം ഹേം അവന് പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നു. മുഷ്കിൽ പ്രയാസം, രാസ്തേമേ വഴിയിൽ വെച്ച്, മുഷ്കിലേം ഹേ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നു. ലേഖിൻ എന്നാൽ കഥാഖെ അന്തമേ കഥയുടെ അവസാനത്തിൽ കലാമിന് അപ്പിനി മഞ്ജിൽ മിൽത്തി ഹേ തൻ്റെ ലക്ഷ്യം നേടാൻ സാധിക്കുന്നു. ലേഖിൻ എന്നാൽ കഥാഖെ അന്തമേ കഥയുടെ അവസാനത്തിൽ അപ്പിനി മഞ്ജിൽ മിൽത്തി ഹേ കലാമിന് തൻ്റെ ലക്ഷ്യം നേടാൻ സാധിക്കുന്നു. ഓക്കെ, ഇതോടുകൂടി ചാപ്റ്റർ അവസാനിച്ചു. ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.